ദൈവത്തിൻ്റെ വചനമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എനിക്ക് അവസരവും ആരോഗ്യവും കൃപയും നൽകിയതിനായി ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവഭക്തന്മാർക്കും എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഈ ഉച്ചഭാഷണയുടെ ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ സശ്രദ്ധം സ്വീകരിക്കുന്ന എല്ലാ നാട്ടുകാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ ഈ വർഷവും അനുഗ്രഹീതമായ നിലയിൽ ഇപ്രകാരം ഒരു കൺവെൻഷൻ നടത്തുവാനായിട്ട് ഈ സഭയെയും മാത്രമല്ല കർത്താവിൻ്റെ ദാസനെയും കുടുംബമായിട്ട് ദൈവം ഉപയോഗിച്ച അവിടുത്തെ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ കർത്താവിൻ്റെ ദാസൻ കുര്യൻ വർഗീസ് കർത്താവിനാൽ ഉപയോഗിക്കപ്പെട്ടു. അത് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി തീർന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർക്ക് കരമേർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ കർത്താവ്. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് വെറുതെയല്ല, ദൈവത്തിൻ്റെ വചനം കേൾക്കണമെന്നുള്ള വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേക സമയങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വചന കേൾവിക്ക് വേണ്ടി വേർതിരിച്ച് ഇവിടെ ആയിരിക്കുന്നത്. അതിൽ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ലോകത്തിലുള്ള എന്ത് കാര്യം കേൾക്കുന്നതിനേക്കാളും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് ഏറ്റവും പ്രയോജനപ്രദമാണ്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുന്നത്. ആ നിലയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ നന്ദിയോടെ ഓർക്കുകയും വന്ദനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ ചില ദിവസങ്ങളായിട്ട് പ്രകാശനം നൽകിയ ഒരു വേദഭാഗം വായിക്കുന്നു. 136 സങ്കീർത്തനം അതിൻ്റെ 23 വാക്യമാണ് നമ്മുടെ സുവിശേഷ സന്ദേശ കേൾവിക്ക് വേണ്ടി ഇവിടെ വായിക്കുന്നത്. 136 സങ്കീർത്തനം 23 വാക്യം വായിക്കുന്നു. ശ്രദ്ധിക്കുക. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. നാം ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന കർത്താവിന്റെ ദാസൻ ജെ.വി. പീറ്റർ എഴുതിയ അനുഗ്രഹീതമായ ഒരു ഗാനം ഞാൻ എഴുന്നേൽക്കും മുമ്പേ ഇവിടെ പാടി ദൈവത്തെ ആരാധിപ്പാൻ അത് നമുക്ക് പ്രചോദനം നൽകി. അതിൻ്റെ ഒരു സ്റ്റാൻസയിൽ പറയുന്നത് താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയവൻ. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തിയ ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം ആരാധനയ്ക്ക്, പുകഴ്ചയ്ക്ക്, മഹത്വത്തിന്, സ്തുതിക്ക് യോഗ്യനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വാക്യത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്ന് പരിചയപ്പെടുത്തിയതിന് ശേഷം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏത് വചനവും നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ അത് എഴുതപ്പെട്ട പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വചനത്തിൻ്റെ ഉദ്ദേശത്തെ നമുക്ക് ഗ്രഹിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂ. 136 സങ്കീർത്തനം സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിൽ സ്തോത്ര സംഗീതങ്ങൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽ എഴുതപ്പെട്ട അനുഗ്രഹീതമായ ഒരു സങ്കീർത്തനമാണ്. വിശേഷാൽ ഇസ്രായേൽ ജനങ്ങൾ ബാബിലോണിൽ പ്രവാസികളായിരുന്ന കാലത്ത് ദൈവം അവരെ അതിൽ നിന്നും രക്ഷിച്ച് തങ്ങളുടെ വാഗ്ദത്ത ദേശമായ ഇസ്രായേൽ ദേശത്തേക്ക് മടക്കി കൊണ്ടുവന്ന നിമിത്തം ദൈവത്തിന് നന്ദി പറയുന്ന കീർത്തനമാണ് 136 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ നാം ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്താൽ എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തോത്രം ചെയ്ത് നന്ദി കരേറ്റണം എന്നുള്ളതിൻ്റെ വിവിധ കാരണങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. പ്രാരംഭ ഭാഗത്ത് ദൈവം ദൈവമാകിയാൽ അല്ല, ദൈവം ദൈവാദി ദൈവമാകിയാൽ, ദൈവം കർത്താദി കർത്താവാകിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് ഈ സങ്കീർത്തനക്കാരൻ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയരെ, സത്യദൈവത്തെ അറിയുവാനും അനുഗമിക്കുവാനും ഭാഗ്യം ലഭിച്ച ജനത്തിന് ഞാൻ ഈ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാകും. നമ്മുടെ ദൈവം ദൈവാദി ദൈവമാണ്. അവിടുന്ന് കർത്താദി കർത്താവാണ്. പലരും പലവിധമായ ദൈവസങ്കല്പങ്ങളിൽ അവരെ വഞ്ചിക്കപ്പെട്ടിരിക്കുമ്പോൾ സത്യദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം
ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകി തരികയും അവിടുത്തെ വചനത്തിലൂടെ അതിനെ ഉറപ്പിക്കുകയും ചെയ്തതോർത്ത് ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ദൈവം ആരാണ് എന്ന് അറിഞ്ഞ് ദൈവത്തെ സ്തുതിക്കണമെന്നും ദൈവത്തിന് നന്ദി കരേറ്റണമെന്നും ആവശ്യപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് ചെയ്ത വിവിധമായ നന്മകളെയും ഉപകാരങ്ങളെയും വിടുതലുകളെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം, അഥവാ ദൈവത്തിന് നന്ദി കരേറ്റണമെന്നാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. വിശേഷാൽ അതിൻ്റെ 21 വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം മിസ്രയീം അടിമത്തത്തിൽ നിന്ന് കൊടുത്ത വീണ്ടെടുപ്പിനെ കുറിച്ചും ആ വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം മിസ്രയീം ദേശത്തും മാത്രമല്ല ചെങ്കടലിലും മരുഭൂമിയിലും ഒക്കെ അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെ വിവരിച്ചുകൊണ്ട് അങ്ങനെ തൻ്റെ ജനത്തിനു വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി കരേറ്റുവാൻ സങ്കീർത്തനക്കാരൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. എന്നാൽ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രമേയം അവർക്ക് വാഗ്ദത്ത കനാനിൽ പാർക്കുവാനായിട്ട് ദൈവം അവസരമൊരുക്കി. ആ ദേശം എന്തുകൊണ്ടും ഏറ്റവും അനുഗ്രഹീതമായ ദേശമാണ്, അഥവാ പാലും തേനും ഒഴുകുന്ന സമൃദ്ധമായ ദേശത്തേക്കാണ് ദൈവം മിസ്രയീം അടിമത്തത്തിൽ കിടന്ന ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്തുകൊണ്ട് അത്ഭുതങ്ങളിലൂടെ നടത്തി കൊണ്ടെത്തിച്ചത്. എന്നാൽ ആ ദേശത്തിൻ്റെ നന്മ അവർക്ക് അനുഭവിക്കണമെങ്കിൽ ദൈവം അവർക്ക് അനുസരിപ്പാൻ വേണ്ടി നൽകിയ വാഗ്ദത്തങ്ങൾ, കൽപ്പനകൾ ഒക്കെ അനുസരിക്കണമെന്ന് ദൈവം നിർദ്ദേശിച്ചിരുന്നു. അനുസരണവും അനുഗ്രഹവും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളെ പോലെയാണ്. അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ അത് ആർക്ക് ലഭിക്കുമെന്ന് ചോദിച്ചാൽ അനുസരിക്കുന്നവർക്കാണ് അനുഗ്രഹം ലഭിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തെ അനുസരിച്ചാൽ ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് ആ ദേശത്തിൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അവർ സ്വസ്ഥമായൊരു ജീവിതം നയിക്കുമെന്നാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. എന്നാൽ അവർ അതിൽ പരാജയപ്പെട്ടു പോയി. അവർ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായില്ല. അനുസരിക്കാതെ വന്നപ്പോൾ ദൈവം അവരെ പ്രവാചകന്മാരെ അയച്ച് ഗുണദോഷിച്ചു. നിങ്ങൾക്ക് അനുസരിപ്പാൻ നൽകിയ പ്രമാണം നിങ്ങൾ ഇപ്പോൾ അനുസരിച്ച് നടക്കുന്നില്ല, അത് നിങ്ങൾക്കൊരിക്കലും നന്നല്ല എന്ന് ദൈവം അവർക്ക് ഗുണദോഷം നൽകി. എന്നാൽ ഗുണദോഷം നൽകിയിട്ടും അവർ പിന്നെയും ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് മുൻപോട്ട് പോയി. ആ സന്ദർഭത്തിൽ ദൈവം പ്രവാചകന്മാരെ വീണ്ടും അയച്ചു. അവർക്ക് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ഈ ജീവിതം തുടർന്നാൽ, അഥവാ അനുസരണക്കേടിൽ തുടർന്നാൽ നിശ്ചയമായിട്ടും ഞാൻ നിങ്ങളെ ശിക്ഷിക്കും എന്നുള്ള മുന്നറിയിപ്പ് ദൈവം നൽകി. എന്നിട്ടും അവർ അതിന് മടങ്ങി വരുവാനായിട്ട് തയ്യാറായില്ല, ദൈവത്തെ അനുസരിക്കുവാനായിട്ട് തയ്യാറായില്ല. അപ്പോൾ ദൈവം അവരോട് മുൻകൂട്ടി പറഞ്ഞതുപോലെ അവരെ ശിക്ഷിക്കുവാനായിട്ട് തയ്യാറായി. BC 722 ഇസ്രായേൽ ദേശത്തിൻ്റെ പ്രധാന ഭാഗമായ വടക്കേ ദേശം എന്നറിയപ്പെടുന്ന ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കുകയും അവരെ അശൂറിലേക്ക് പ്രവാസികളായിട്ട് അയക്കുകയും ചെയ്തു. പിന്നീട് ഒരു 180 വർഷം ദൈവം യഹൂദ ജനങ്ങൾക്ക് കരുണ കാണിച്ചു. അവർക്ക് വേണ്ടി ദൈവം കാത്തിരുന്നു. അവർ മടങ്ങി വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു. എന്നാൽ ജനം പിന്നെയും അനുസരണക്കേടിൽ തുടർന്ന നിമിത്തം ദൈവം അവരെ വീണ്ടും 180 വർഷങ്ങൾക്ക് ശേഷം ബാബിലോണിലേക്ക് പ്രവാസികളായിട്ട് അയച്ചു കളഞ്ഞു. അപ്പോൾ ഈ ബാബേൽ പ്രവാസം അവരെ അനുഭവിക്കുവാൻ 70 വർഷമാണ് ദൈവം അനുവദിച്ചത്. അതിനുശേഷം അവർക്കൊരു മടങ്ങിവരവ് ഉണ്ടാകുമെന്ന് ദൈവം മുമ്പ് കൂട്ടി പ്രവചിച്ചിരുന്നു. അങ്ങനെ ദൈവം വിശ്വസ്തത കാണിച്ച് മടക്കിക്കൊണ്ടുവന്ന ജനം അവർ ബാബിലോണിയ പ്രവാസത്തിൽ അനുഭവിച്ച കഷ്ടതകളുടെ നടുവിൽ തങ്ങളോട് ദൈവം കാണിച്ച കരുണയെക്കുറിച്ച് പാടുന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിലെ പ്രധാന പ്രമേയം. അവിടെ നിന്നുമാണ് ഞാൻ ഈ വാക്യം അടർത്തി വായിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് പ്രസക്തമായിരിക്കുന്നതെന്നാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ശക്തമായൊരു സുവിശേഷ സന്ദേശം നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതാണ് ഇന്നെൻ്റെ ശുശ്രൂഷയുടെ ഉദ്ദേശം തന്നെ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാം വ്യക്തിപരമായ ജീവിതത്തെ ഈ വാക്യം വളരെ സ്വാധീനിക്കേണ്ടതാണ്. ഈ വാക്യം നമുക്കെല്ലാവർക്കും പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയുള്ള ചെവികളോടെ ഇത് കേൾക്കുവാനായിട്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. 136-ാം സങ്കീർത്തനത്തിന് ഒരു രചനാ സവിശേഷതയുള്ള സങ്കീർത്തനമാണ്. എന്ന് വെച്ചാൽ ഇതര സങ്കീർത്തനങ്ങളിൽ നിന്ന് ഈ സങ്കീർത്തനത്തിന് ഒരു അല്പസ്വല്പം വ്യത്യാസമാണ്. ഇതിലെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്
26 വാക്യങ്ങളാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. അതിൽ 22 വാക്യങ്ങളിലും ഇടയ്ക്ക് ഒരു ഡാഷ് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും. ആ ഡാഷ് ഇട്ടിരിക്കുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുവാനായിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞ് പൂരിപ്പിക്കേണ്ടതിന് വേണ്ടി നൽകുന്നത് പോലെ വായിക്കുന്ന ആളുകൾ ഇത് ഫില്ല് ചെയ്ത് വായിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിലെന്താണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് കൂടെ ഞാനൊന്ന് ഓർപ്പിച്ച് ഈ വാക്യത്തിൻ്റെ പൂർണ്ണരൂപം നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിൽ പൂരിപ്പിക്കേണ്ട 22 വാക്യങ്ങളിലും പൂരിപ്പിക്കേണ്ട ഭാഗം അതിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ചേർത്ത് ഞാൻ നിങ്ങളോട് ഇത് വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അഥവാ നന്ദി കരേറ്റുവീൻ, കാരണം അവിടുന്ന് നല്ലവനാകുന്നു, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതാകുന്നു. പ്രിയരേ, ഇത് ഇസ്രായേലിനോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യഭാഗമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് എങ്ങനെയാണ് പ്രസക്തമാകുന്നതെന്ന് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുവാനായിട്ട് ഞാൻ ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് നാം നന്ദി കരേറ്റണമെന്ന് ദൈവം ആവശ്യപ്പെടുമ്പോൾ ഇസ്രായേലിന് മാത്രമല്ല നമുക്കും ഇത് ബാധകമാണ്. ഒരു പക്ഷേ ഇസ്രായേലിന് എപ്രകാരം ഈ വാക്യം ബാധകമായിരിക്കുന്നുവോ അതിനേക്കാൾ 10 മടങ്ങ് ഇന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഈ വാക്യത്തിലെ ആഹ്വാനം പ്രസക്തമാണ്. കാരണം അവിടുന്ന് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവമാണ്. താഴ്ചയിലിരിക്കുന്നവരെ സാധാരണ ആരും പരിഗണിക്കാറില്ല. എന്നാൽ താഴ്ചയിലിരിക്കുന്നവരെ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവിടുന്ന് അത്യുന്നതനായ ദൈവമാണെങ്കിലും താഴ്ചയിലിരിക്കുന്നവരെ ഓർക്കുന്ന ദൈവമാണ്. ഇവിടെ ഉന്നതരെ പരിഗണിക്കുവാനായിട്ട് ആളുകളുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളായാലും ലോകത്തിലെ ഏത് പ്രമുഖരായാലും അവരൊക്കെ പരിഗണിക്കുന്നത് ഉയർച്ചയിലിരിക്കുന്നവരെയാണെങ്കിൽ, ഞാൻ സേവിക്കുന്ന ദൈവം ഓർക്കുന്നത് താഴ്ചയിലിരിക്കുന്നവരെയാണ്. ഇന്ന് നിങ്ങൾ ഏത് നിലയിൽ താഴ്ച അനുഭവിക്കുന്നവരാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള വാഗ്ദാനം ഇതാണ്: നിങ്ങളെ ആരും ഓർത്തില്ലെങ്കിലും ഓർക്കുന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്നും ഇതിന്റെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ഉയർത്തി അവിടുത്തെ സാന്നിധ്യ നിമിത്തം നമുക്ക് ദൈവത്തിന് അല്പസമയം നന്ദി കരേറ്റാം. അവിടുന്ന് സ്തുതികൾക്ക് സ്തോത്രത്തിന് യോഗ്യനായ ദൈവമാണ്. അവിടുന്ന് നമ്മെ ഓർത്തത് കൊണ്ട് നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്. എപ്പോഴെല്ലാം ദൈവം താഴ്ചയിലിരിക്കുന്ന ജനത്തെ ഓർത്തിട്ടുണ്ടോ അപ്പോഴെല്ലാം അവിടുന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും താഴ്ച അനുഭവിക്കുന്നവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉയർത്തുവാനായി ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഏത് താഴ്ചയിൽ നിന്നും ഉദ്ധരിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം നിശ്ചയമായിട്ടും ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾ വന്ന സ്ഥിതിയിൽ മടങ്ങിപ്പോകുവാനല്ല, പിന്നെയോ ഉയർച്ചയോടുകൂടെ നിങ്ങളെ മടക്കി അയക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ താഴ്ചയിൽ നിങ്ങളെ ഓർത്തവന് സ്തോത്രം ചെയ്യുവീൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളത്. ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ, ഇവിടുത്തെ പശ്ചാത്തലത്തിൽ താഴ്ച എന്ന് പറയുന്നത് ബാബിലോൺ പ്രവാസമാണ്. നമുക്കറിയാം, ഈ പ്രവാസികളായിട്ട് പോകുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ കാര്യമൊന്നും അല്ല. എന്ന് വെച്ചാൽ സ്വന്തമല്ലാത്ത ഒരു ദേശത്ത് ജീവിതം നയിക്കുവാനായിട്ട് ശ്രമിക്കുകയും ആ ദേശം നമ്മെ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ വർത്തമാനകാലത്ത് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ നേരിടുന്നൊരു പ്രശ്നമാണ്. നിങ്ങൾ അടുത്ത സമയത്ത് കേട്ടിട്ടുണ്ടാവും, അമേരിക്കയിൽ ജനുവരി മാസം 20-ാം തീയതി പുതിയ പ്രസിഡന്റ് സ്ഥാനമേറ്റു. ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റു. അപ്പോൾ അദ്ദേഹം സ്ഥാനമേറ്റതിൻ്റെ പിറ്റേ ദിവസം നമുക്ക് വീഡിയോകളിലൊക്കെ ദൃശ്യമായി അവിടെ അദ്ദേഹം കാണുവാൻ ആഗ്രഹിക്കാത്ത കുറേ ജനവിഭാഗങ്ങളുണ്ട്. അവര് ആ ദേശക്കാരല്ല, മറ്റ് ദേശത്ത് നിന്നും നിയമാനുസൃതമല്ലാതെ അമേരിക്കയിൽ തങ്ങുന്ന പരദേശികളാണ്, പ്രവാസികളാണ്. അവരെ പുറത്താക്കുമെന്ന് അദ്ദേഹം ശക്തമായ തീരുമാനമെടുത്തതിൻ്റെ കാരണം കൊണ്ട്, അദ്ദേഹം പറഞ്ഞത് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് അങ്ങനെയുള്ള രാജ്യക്കാരെല്ലാം ഇങ്ങനെ പലായനം ചെയ്തു പോവുകയാണ്.
കാരണം ഇനി അവർക്ക് അവിടെ സ്ഥാനമില്ല. കാരണം അത് അവരുടെ സ്വദേശമല്ല. അതുകൊണ്ട് തന്നെ അവരവിടെ അവഗണന അനുഭവിക്കുമെന്ന് മനസ്സിലാക്കിയപ്പോൾ, ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ സ്വയമായിട്ടങ്ങ് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി കൊണ്ടുപോയതാണ്. അവരുടെ രാജ്യത്തോടെ യുദ്ധം ചെയ്ത് അവരെ പിടിച്ചെടുത്ത് അവരുടെ ദേശത്തെ നശിപ്പിച്ചിട്ട് അവരെ അടിമകളാക്കി കൊണ്ടുപോയതാണ്. ആ ദേശത്ത് കഠിനമായ അടിമത്തത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ അവര് ദൈവം ചെയ്ത വാഗ്ദത്തത്തെ ഓർത്ത് അവർ ദൈവത്തോട് നിലവിളിക്കുകയും ദൈവം തക്ക സമയത്ത് അവരുടെ താഴ്ചയിൽ അവരെ കടാക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ കടാക്ഷിച്ചിട്ട് ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്നതിൻ്റെ സന്തോഷമോർത്ത് സ്വദേശത്തേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിച്ചതോർത്താണ് ഇവിടെ സങ്കീർത്തനക്കാരൻ അവർ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് കാലാകാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ ചരിത്രത്തിൽ ഉടനീളം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഇതെല്ലാം ഒരു ആത്മീക യാഥാർത്ഥ്യത്തെയാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. നമുക്കറിയാം, ഇസ്രായേൽ ജനങ്ങൾ ആദ്യം അടിമകളായിരുന്നത് മിസ്രൈമിലാണ്, അഥവാ ഇന്നത്തെ ഈജിപ്തിലാണ്. അങ്ങനെ ഈജിപ്തിൽ അടിമകളായിരുന്നപ്പോൾ അവർക്ക് കഠിനമായ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. ഫറവോ രാജാക്കന്മാർ അവരെ അതികഠിനമായിട്ട് പീഡിപ്പിച്ചു, അവരെ വല്ലാതെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു. അവരുടെ അതേ ജോലിയിൽ മേലാളന്മാരായിട്ട് ആക്കി വെച്ചവരൊക്കെ വളരെ കഠിനമായ ദേഹോപദ്രവങ്ങൾ അവരെ ഏൽപ്പിച്ചു. അവർക്ക് ആഹാരമില്ല, അവർക്ക് കഠിന വേല ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ക്രൂരമായ ആ അടിമനുഖത്തിൽ വേദനപ്പെട്ട് കഴിഞ്ഞവർ ദൈവത്തോട് നിലവിളിച്ചു. അവിടെയും ദൈവം ഒരു വാഗ്ദാനം നൽകിയിരുന്നു, 4ാമത്തെ തലമുറയിൽ ഈ ദേശത്ത് നിന്ന് നിങ്ങൾക്കൊരു പുറപ്പാടുണ്ടാകും. അതാണ് അവരെ കരയുവാനായിട്ട് പ്രേരിപ്പിച്ചത്. അങ്ങനെ പുറപ്പാടിനെ കുറിച്ചുള്ള വാഗ്ദത്തത്തിൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മോശയ്ക്ക് പ്രത്യക്ഷനായ യഹോവയായ ദൈവം പറയുകയാണ്, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ടു, അവരുടെ നിലവിളിയുടെ ശബ്ദം ഞാൻ കേട്ടു, അവരുടെ സങ്കടങ്ങളെ ഞാൻ അറിയുന്നു, അവരെ വിടുവിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. മിസ്രൈമിലെ താഴ്ചയിൽ ദൈവം തൻ്റെ ജനത്തെ ഓർത്തു. അതുകൊണ്ട് ദൈവം അവരെ ഓർത്തത് കൊണ്ട് ദൈവം അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞ് അവരുടെ കണ്ണുനീർ കണ്ട് അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് പറയുക മാത്രമല്ല, വിടുവിക്കുവാൻ ദൈവം പദ്ധതികൾ തയ്യാറാക്കി അത്ഭുതങ്ങളിലൂടെ വിട്ടുകൊടുക്കുകയില്ല എന്ന് വെല്ലുവിളിച്ച ഫറവോനെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ആ ജനത്തെ വിട്ടയക്കുവാൻ ദൈവം വഴികളെ തുറന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവം വിടുവിക്കുവാൻ വന്നാൽ വിടുവിച്ചുകൊണ്ട് പോയിരിക്കും. എത്ര പേർക്ക് അതിൽ വിശ്വാസമുണ്ട്? ദൈവം വിടുവിക്കുവാൻ വന്നാൽ വിടുവിച്ചിരിക്കും. അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അതാണ് മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിന് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. അത് തന്നെയാണ് ബാബിലോന്യ പ്രവാസത്തിലും നമുക്ക് അനുഭവവേദ്യമായത്. പ്രിയരെ, ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ. ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ വേദപുസ്തകം സത്യമാണ് എന്ന് വിശ്വസിക്കുവാനായിട്ടുള്ള പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഇസ്രായേൽ ചരിത്രം നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും വേദപുസ്തകവും വർത്തമാനപത്രവും അഥവാ ഇന്നത്തെ ആനുകാലിക വാർത്താമാധ്യമങ്ങളുമൊക്കെ നിങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുകയും ചെയ്താൽ ഇസ്രായേൽ എന്നുള്ളത് ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അതിശയിപ്പിക്കുന്ന രാജ്യം. ഏതാണ്ട് 480 ദിവസങ്ങളോളമായി തുടർമാനമായിട്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലുമുള്ള ജനങ്ങളെ വിസ്മയിപ്പിക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് നാം ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞു രാജ്യമാണ്, എന്നാൽ ആ രാജ്യം ലോകത്തിൻ്റെ നെറുകയിലിപ്പോൾ അതിശക്തമായിട്ട് നിലകൊള്ളുന്ന ഒരു സന്ദർഭമാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായതുകൊണ്ട് അവർക്കെതിരെ ഏതെല്ലാം വെല്ലുവിളികൾ തുടർമാനമായിട്ടുണ്ടായിട്ടും ഇന്നും അവർ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെല്ലാം അവരെ അടിച്ചമർത്തുവാൻ, ഇല്ലാതെയാക്കുവാൻ, അവരെ ഭൂമിയുടെ മുഖത്ത് നിന്ന് തുടച്ചു നീക്കുവാൻ ശ്രമം നടത്തിയ നിരവധി ശ്രമങ്ങളുണ്ട്. എന്നാൽ അവർ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് താഴ്ചയിൽ ഓർക്കുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യഭാഗത്തിൻ്റെ ആത്മീക അർത്ഥവും അത് നമുക്ക് നൽകുന്ന പ്രസക്തിയുമാണ് എന്ന് തുടർന്ന് എനിക്ക് നിങ്ങളോട് സംസാരിപ്പാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു സുവിശേഷ സന്ദേശം എന്ന നിലയിൽ നൽകിയിരിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച ഈ താഴ്ച പോലെ
മനുഷ്യവർഗത്തിനെല്ലാം ഒരു താഴ്ച ഭവിച്ചു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ മനസ്സിലാക്കി തരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഇന്ന് മനുഷ്യൻ ജീവിക്കുന്ന നിലവാരത്തിൽ ജീവിക്കുവാനോ ഇന്ന് അനുഭവിക്കുന്ന പല വേദനകളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുവാനുമോ അല്ല ദൈവം സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടുകൂടെ കൂട്ടായ്മ പുലർത്തി സന്തോഷപ്രദമായൊരു ജീവിതം നയിപ്പാനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ഏദൻ എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ടാക്കിയിട്ട് അവിടെ വളരെ മനോഹരമായ എല്ലാ കാര്യങ്ങളും മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ട് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവം അവരിൽ നിന്ന് പ്രതീക്ഷിച്ചത് സന്തുഷ്ടമായൊരു ജീവിതമാണ്, സംതൃപ്തമായൊരു ജീവിതമാണ്. എന്നാൽ ഭവിച്ചതെന്താണ്? മനുഷ്യനെ പിശാച് വഞ്ചിച്ചു, മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിൽ നിന്നും അകന്നുപോയി. അതുകൊണ്ട് മനുഷ്യന് പൊതുവെ താഴ്ച ഭവിച്ചു. മനുഷ്യവർഗത്തിന് മുഴുവനും സംഭവിച്ച ഈ താഴ്ചയിൽ നിന്നും അവരെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കൃപയെയാണ് ഞാൻ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കൂ. മനുഷ്യന് താഴ്ച ഭവിച്ചു എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. അത് ഞാൻ തെളിയിക്കുവാൻ പോവുകയാണ്. മനുഷ്യൻ താഴ്ച ഭവിച്ചുവെന്ന് മാത്രമല്ല, നമ്മെ താഴ്ചയിൽ ദൈവം ഓർത്തു. നമ്മുടെ താഴ്ചയിൽ നമ്മെ തള്ളിക്കളയുകയല്ല ചെയ്തത്, നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ ഓർത്തു. അതുകൊണ്ട് ദൈവം നമ്മുടെ താഴ്ചയിൽ നിന്ന് നാം ഉയർച്ചയിലേക്ക് വരുവാൻ, ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് നാം മടങ്ങി വരുവാൻ ദൈവം മാർഗമൊരുക്കി. ആ മാർഗമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നാം കാണുന്നത്. മനുഷ്യന് ഭവിച്ച സകല താഴ്ചയിൽ നിന്നും ഉദ്ധരിക്കുന്ന ദൈവത്തിൻ്റെ ക്രിയ ഒരു വ്യക്തിയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന് താഴ്ച ഭവിച്ച 3 മേഖലകളെ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. താഴ്ച ഭവിച്ച മേഖലകളെ ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, ആ മേഖലകളിൽ താഴ്ച ഭവിച്ചതുകൊണ്ടുള്ള ലക്ഷണം എന്താണ്, അതിന് ദൈവം നൽകിയ പരിഹാരം, തൻ്റെ പുത്രനെ ആ താഴ്ചയിൽ നിന്ന് നമ്മെ ഓർത്ത് രക്ഷിക്കുവാൻ വേണ്ടി അയച്ചു. ദൈവപുത്രൻ എന്താണ് ആ താഴ്ചയിൽ നമ്മെ ഉയർത്തുവാൻ വേണ്ടി ചെയ്തത്? അതുകൊണ്ട് ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് അതെങ്ങനെ അനുഭവമാക്കുവാൻ സാധിക്കുന്നു എന്നീ കാര്യങ്ങളാണ് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നത്. മനുഷ്യന് 3 മണ്ഡലങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതായത് മനുഷ്യന് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. മനുഷ്യനൊരു ത്രിമണ്ഡല ജീവിയാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ത്രിമണ്ഡലങ്ങളിലും ഈ താഴ്ച ഭവിച്ചു. പാപം മനുഷ്യന്റെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും താഴ്ച വരുത്തി. എന്നാൽ ഈ താഴ്ചയിൽ നിന്ന് മനുഷ്യന് സ്വയമായിട്ട് ഉയർച്ച പ്രാപിക്കാൻ സാധിക്കുകയില്ല. മറ്റാർക്കും അവനെ ഉയർത്തുവാനും കഴിയുകയില്ല. അവനെ ഉയർത്തുവാൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമാണ്. മനുഷ്യർക്ക് ഭവിച്ച താഴ്ചയിൽ നിന്ന് ദൈവമാണ് അവർക്ക് ഉയർച്ച നൽകുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ മനുഷ്യന് ആത്മാവിൽ സംഭവിച്ച താഴ്ചയെക്കുറിച്ച് 2 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യവുമാണ്. വളരെ പ്രസിദ്ധങ്ങളായ വാക്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിൽ ഓർമ്മയിലേക്ക് വരും. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെയും അഥവാ നിങ്ങളെയും അവിടുന്ന് ഉയർപ്പിച്ചു. ദൈവം പറയുകയാണ്, മനുഷ്യന് ആത്മാവിൽ സംഭവിച്ച താഴ്ചയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആത്മാവിൽ മനുഷ്യനൊരു മരണം സംഭവിച്ചു. അതാണ് മനുഷ്യന് സംഭവിച്ച താഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റോമർ 6:23 പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രയെന്നാണ്. ഇത് എപ്പോഴാണ് ദൈവം ഈ കാര്യം ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ നൽകിയത്? അത് ഏദൻ തോട്ടത്തിൽ ആദിമ മാതാപിതാക്കളോടാണ് പറഞ്ഞത്. വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ ഖനി നിങ്ങൾ ഭക്ഷിച്ചാൽ ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ആദമിനോടും ഹവ്വയോടും ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഒരു വാഴ്ച നൽകിയിട്ടുണ്ട്. ആ വാഴ്ച ആകാശത്തിലെ പക്ഷികളെയും ഭൂമിയിലെ മൃഗങ്ങളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും വാഴുവാനുള്ള അധികാരമാണ്. അധികാരം ദൈവം തന്ന ഒരു സ്ഥാനമാണെങ്കിൽ പാപം ചെയ്തപ്പോൾ അവർ വീണുപോയി. അങ്ങനെ വീണുപോയ മനുഷ്യന് അവർക്ക് സൃഷ്ടിജാലങ്ങളുടെ മേലുണ്ടായിരുന്ന ആ മേൽക്കോയ്മ, ആ ആധിപത്യം നഷ്ടമാവുകയും അവർക്ക് താഴ്ച ഭവിക്കുകയും ചെയ്തു. അത് അനുഭവപ്പെട്ടത് ഒന്നാമത് ആത്മാവിലാണ്. ഒന്നാമത് ആത്മാവിൽ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ഈ ത്രിമണ്ഡലങ്ങളിൽ ആത്മാവ് മരിച്ചുപോയി, ആത്മാവ് നിർജീവമായി പോയി. പ്രിയരെ,
ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് അവനിൽ സജീവമായ ഒരു ആത്മാവുള്ളപ്പോഴാണ്. ആത്മാവില്ലാത്ത മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവില്ലാത്ത മനുഷ്യനെ വിളിക്കുന്നത് മൃഗപ്രായനായ മനുഷ്യനെന്നാണ്, മൃഗതുല്യനായ മനുഷ്യനെന്നാണ്. ഓർത്ത് നോക്ക്, ഈ വർത്തമാന പത്രങ്ങളിൽ ദിനംതോറും വരുന്ന വാർത്തകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മൃഗങ്ങൾ പോലും ലജ്ജിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നതായിട്ട് നമ്മുടെ വർത്തമാന പത്രങ്ങളിലൂടെ നമുക്ക് ദിനംതോറും ലഭിക്കുന്നതായ വാർത്തകളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. മൃഗങ്ങൾ പോലും ചെയ്യുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? മനുഷ്യൻ മൃഗതുല്യനായിപ്പോയി എന്ന് വെച്ചാൽ മൃഗത്തെക്കാൾ വഷളായിപ്പോയി. അതുകൊണ്ടാണ് പല മനുഷ്യരും ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് അത്ഭുതമായിട്ട് തോന്നുന്നത്. എന്തുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നു? സ്വന്തം മക്കളെ കുരുതി കൊടുക്കുന്നു, സ്വന്തം മക്കളെ പാറയിലേക്ക് വലിച്ച് അടിച്ച് കൊന്നിട്ട് വേറൊരു പുരുഷന്റെ കൂടെ സ്ത്രീ പോകുന്നു. കുഞ്ഞുങ്ങൾ തങ്ങൾക്കൊരു ബാധ്യതയായി തീരുമെന്നുള്ള ചിന്ത കൊണ്ടാണ് 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ കാലെ പിടിച്ച് പാറയിലടിച്ച് കൊന്നിട്ട് അവര് തങ്ങളുടെ ഇഷ്ടജീവിതം നയിക്കുവാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ദൈവമേ, ഇതെന്തൊരു മനുഷ്യരാണ് നമ്മൾ ചിന്തിച്ചു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനായിട്ട് ഞാൻ തുനിയുന്നില്ല, അതിനുള്ള സമയം എൻ്റെ മുമ്പിലില്ല. മൃഗതുല്യമായ പ്രവൃത്തികളാണ് ഇന്ന് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് പൊതുവെ അറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യന് ആത്മാവ് മരിച്ചതുകൊണ്ടാണ്. ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവാണ് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ മനുഷ്യനെ സഹായിച്ചിരുന്നത്. ദൈവികമായ എന്തെങ്കിലും ഒരു ജ്ഞാനമുണ്ടാകണമെങ്കിൽ അത് മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. ഈ ലോകത്തെ നാം നോക്കിക്കാണുവാനായിട്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് നമുക്ക് അറിവ് ശേഖരിക്കുവാൻ കഴിയുന്നതെങ്കിൽ ദൈവികമായതിനെയും ദൈവത്തെയും നിത്യമായതിനെയും കുറിച്ച് കാണുവാൻ നമ്മുടെ അകത്തുള്ള ആത്മാവിലൂടെയാണ് നമുക്കതിന് സാധ്യമാകുന്നത്. ആത്മാവ് മരിച്ചാൽ പിന്നെ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഭൗമികമായ മാത്രം ചിന്തയായിരിക്കും. ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം, ഇവിടെ എങ്ങനെയെങ്കിലും ദിവസം കഴിയണം, മരിക്കുന്നത് വരെ സുഖമായിട്ട് ജീവിക്കണം. ഇത് മാത്രമാണ് മനുഷ്യൻ്റെ ചിന്തയെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളണം, അവൻ ആത്മാവിൽ മരിച്ചവനാണ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോടായിട്ട് ഞാൻ പറയട്ടെ, ഒരു കാലത്ത് നമുക്കും ഇത് തന്നെയായിരുന്നു ചിന്ത. എങ്ങനെയെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ ജീവിക്കണമെന്നാണ് നാം ചിന്തിച്ചിരുന്നത്. എന്നാൽ നമുക്കിന്ന് അതല്ല നമ്മുടെ പ്രധാന വിഷയം. നമ്മുടെ പ്രധാന വിഷയം ഈ ലോകത്തിൽ എൻ്റെ ജീവിതം അവസാനിക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ ജീവിക്കണം, നിത്യമായ സന്തോഷത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണം. ഇതാണ് ഒരു വീണ്ടെടുക്കപ്പെട്ട ദൈവവേദന്റെ ഹൃദയത്തിലുള്ള വാഞ്ച. കാരണം അവൻ ആത്മാവ് സജീവമാക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇവിടെ എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്, ഒരു കാലത്ത് നാം ആത്മാവിൽ മരിച്ചവരായിരുന്നു, എന്നാൽ ക്രിസ്തുയേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, അവിടെ നടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയംഗമായി വിശ്വസിക്കുന്ന ഒരുവന്റെ ആത്മാവിലുള്ള നിർജീവതയെ ദൈവം നീക്കിയിട്ട് അവനെ ആത്മാവിൽ ജീവനുള്ളവനാക്കി മാറ്റുന്നു. ആത്മാവിൽ ജീവനുള്ളവനായിട്ട് മാറുമ്പോൾ ദൈവം ചെയ്ത കാര്യം ദൈവം അവനെ ഓർക്കുകയാണ്. പ്രിയരേ, കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് എന്നെയും ഓർത്തു കൊള്ളണമേ എന്ന് പറഞ്ഞവരെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കർത്താവ് ഓർക്കുന്ന ഈ വിധത്തിലാണ്. ഒന്നാമത്, ആത്മാവിൽ മരിച്ച മനുഷ്യനെ ആത്മാവിൽ ജീവിപ്പിക്കുന്നു. ആത്മാവിൽ ജീവിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ദൈവം തൻ്റെ പുത്രനിലൂടെ മനുഷ്യനെ ഓർത്തു എന്ന് പറഞ്ഞാൽ അത് കേവലം മെമ്മറിയിൽ വന്നു എന്നുള്ളതല്ല, പിന്നെയോ ദൈവം അതിനായി ചില കാര്യങ്ങൾ ചെയ്തു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓർപ്പിച്ചല്ലോ, മിസ്രൈമി അടിമത്തത്തിലിരിക്കുന്ന ജനത്തിൻ്റെ കണ്ണുനീർ കണ്ടെന്നും നിലവിളിയുടെ ശബ്ദം കേട്ടെന്നും അവരുടെ സങ്കടങ്ങളെ അറിഞ്ഞുവെന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഇതൊരു അറിവ് മാത്രമായിട്ടല്ല ദൈവം ഇരുന്നത്, പിന്നെയോ അവരെ വിടുവിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നതുപോലെ യേശുക്രിസ്തു മനുഷ്യന്റെ സകല മനുഷ്യർക്കും വേണ്ടി അവരുടെ താഴ്ചയിൽ നിന്നും അവരെ ഉയർത്തുവാനായിട്ട് സ്വർഗത്തിൽ നിന്നും ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ ഒരു വാക്യഭാഗം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഫിലിപ്പിയർ 2:8. താൻ അതേ യേശുക്രിസ്തു തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി ഒരുക്കി. ഉന്നതങ്ങളിൽ വസിച്ചിരുന്ന യേശുക്രിസ്തു ഈ താണഭൂമിയിലേക്ക് നമ്മിൽ ഒരുവനെ പോലെ വന്ന് 33.5 വർഷക്കാലം ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിച്ചു.
ദൈവം നമ്മെ താഴ്ചയിൽ ഓർത്തതിൻ്റെ ഏറ്റവും വലിയ തെളിവ്, ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് നമ്മുടെ സാഹചര്യങ്ങളിൽ ജീവിച്ചു എങ്കിൽ പോലും താഴ്ച വന്ന മനുഷ്യനെ പോലെ താൻ താണവനായിട്ടല്ല ജീവിച്ചത്. പിന്നെയോ അവിടുന്ന് ദൈവത്തിൻ്റെ അതേ സ്റ്റാൻഡേർഡിൽ ജീവിച്ചു. അഥവാ ഒരു പാപവും ചെയ്യാതെ ജീവിക്കുവാൻ താൻ തയ്യാറായി തീർന്നു. പ്രവൃത്തിയുടെ പുസ്തകം 8:33 നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അഥവാ ദൈവം മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ഭൂമിയിൽ വന്നപ്പോൾ തൻ്റെ കേസിന് അഥവാ തൻ്റെ വിഷയത്തിന് ന്യായം കിട്ടാതെ പോയി. എന്ന് വെച്ചാൽ എന്താണ്? ഇത് ക്രൂശിൽ കർത്താവ് പ്രവേശിക്കുന്നതിന് മുമ്പേ സംഭവിച്ച കാര്യമാണ്. തന്നെ ന്യായം വിധിക്കുവാനായിട്ട് പീലാത്തോസും അതുപോലെ സെൻഹദ്രി സംഘത്തിലെ മഹാപുരോഹിതനും അംഗങ്ങളും ഒക്കെ ശ്രമിച്ചപ്പോൾ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് അവരാഗ്രഹിക്കുകയും അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതൊന്നും യാതൊരു ന്യായമുള്ളതായിരുന്നില്ല. ശിക്ഷ വിധിച്ച പീലാത്തോസ് പോലും പറയുന്നത് യേശുവിൽ താൻ യാതൊരു കുറ്റവും കാണുന്നില്ല എന്നാണ്. അങ്ങനെ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞതിന് അടുത്ത വാക്ക് പറയുന്നത് നിങ്ങൾ ഇവനെ കൊണ്ടുപോയി ക്രൂശിക്കുക എന്നാണ്. യേശുവിന് ന്യായം കിട്ടാതെ പോയി. എന്തിനു വേണ്ടിയാണ് ദൈവം ഇത് അനുഭവിപ്പാൻ അനുവദിച്ചു കൊടുത്തതെന്ന് അറിയാമോ? ദൈവം നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തത് കൊണ്ട് നാം അനുഭവിക്കേണ്ടതായ ശിക്ഷ, പാപത്തിൻ്റെ ശിക്ഷ, മരണം, നിത്യമരണം, അത് നാം അനുഭവിക്കാതെ തൻ്റെ പുത്രൻ്റെ മേൽ അവിടുന്ന് ചുമത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു? നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ ഓർത്തത് കൊണ്ട് നമ്മുടെ ആത്മാവിന് ജീവൻ ലഭിക്കാനിടയായി തീർന്നു. നമ്മുടെ ആത്മാവ് അതേ മൃതാവസ്ഥയിലായിരുന്ന സ്ഥാനത്ത് ദൈവം തൻ്റെ പുത്രനെ താണഭൂമിയിലേക്ക് അയച്ച് തൻ്റെ ആത്മാവിനെ ക്രൂശിൽ വെടിയുവാൻ തയ്യാറായപ്പോൾ അത് നിമിത്തം ദൈവം വിശ്വസിക്കുന്നവർക്ക് തങ്ങളുടെ ആത്മാവിൻ്റെ നിർജീവത മാറി അത് ജീവനുള്ളതാക്കി മാറ്റുവാൻ ദൈവം കരുണ ചെയ്തു. അതാണ് എഫേസ്യ ലേഖനം 2:5-6 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ക്രിസ്തുയേശുവിൽ അവിടുന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കൾക്കും ഇത് അനുഭവമാണ്. അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും അവർ വാസ്തവത്തിൽ സ്വർഗത്തിൽ ജീവിക്കുന്ന അനുഭവത്തിലാണ്. ആ അനുഭവം നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഉയർച്ചയാണ്. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം നമ്മുടെ ആത്മാവിനെ മൃതാവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ തൻ്റെ പുത്രൻ്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുക മാത്രമല്ല, പുത്രനിൽ വിശ്വസിക്കുന്നവരെ ആത്മീകമായി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഇന്ന് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് പറയുവാൻ കഴിയുന്നത്, ഈ ഭൂമിയിൽ ഞാൻ താൽക്കാലികമായിട്ട് ജീവിക്കുന്നുവെന്നേ ഉള്ളൂ, എൻ്റെ ജീവൻ യഥാർത്ഥത്തിൽ സ്വർഗത്തിലാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്ത ദൈവം നമ്മുടെ ആത്മാവിൽ വന്ന താഴ്ചയാണ് ഒന്നാമത് പരിഹാരം നൽകിയത്. രണ്ടാമതായിട്ട് നമുക്ക് താഴ്ച ഭവിച്ചത് നമ്മുടെ മനസ്സിലാണ്. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് സങ്കീർണമായ, മനസ്സിലാക്കുവാൻ അല്പം ബുദ്ധിമുട്ടുള്ള മനുഷ്യൻ്റെ അംശമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും ഇച്ഛകളുടെയും അനിച്ഛകളുടെയും ഒക്കെ ഇരിപ്പിടമായിട്ടാണ് മനസ്സിനെ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകും, മനസ്സുണ്ടെങ്കിൽ ചെയ്യും, മനസ്സുണ്ടെങ്കിൽ ഭക്ഷിക്കും, മനസ്സില്ലെങ്കിൽ അതിനെ നിരാകരിക്കും. അപ്പോൾ മനസ്സ് മനുഷ്യനെ കൺട്രോൾ ചെയ്യുവാനായിട്ട് പ്രധാനമായിട്ടും വർത്തിക്കുന്ന ഒരു ഫാക്കൽറ്റി ആയിട്ട് നാം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മനസ്സിന് എന്താണ് സംഭവിച്ചത്? മനുഷ്യൻ പാപം ചെയ്ത നിമിത്തം മനുഷ്യൻ്റെ മനസ്സ് വഷളായിപ്പോയി. അതാണ് മനസ്സിന് വന്ന താഴ്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തീത്തോസിൻ്റെ ലേഖനം 1:15 നമ്മൾ വായിക്കുന്നത്, ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധം തന്നെ, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അതിൻ്റെ കാരണം പറയുകയാണ്, അവരുടെ മനസ്സും മനസ്സാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. മലിനമായ മനസ്സിൻ്റെ ഉടമയായിട്ട് മനുഷ്യൻ ഭവിച്ചു. ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങളുടെ മനസ്സിനെ ഇവിടെ അന്യോന്യം കാണുവാനുള്ള ഒരു അവസരമുണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്നതെല്ലാം അടുത്തിരിക്കുന്ന ആളിന് കാണുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ എന്തായിരുന്നേനെയും സംഭവം നിങ്ങൾ ഓർത്ത് നോക്കിയേ. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മനസ്സിലുള്ളത് കാണുവാൻ കഴിയുമായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നേനെയും കുടുംബജീവിതം? നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിലോ ജോലി സ്ഥലത്തോ വ്യാപാര സ്ഥലത്തോ നിങ്ങളുടെ മനസ്സ് കാണാനുള്ള കഴിവ് അധികാരികൾക്കുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നതിനെ സംഭവിക്കുന്നറിയാമോ? അപ്പോൾ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് ഒരു വലിയ സങ്കീർണമായ കാര്യമാണ്. മനുഷ്യൻ്റെ മനസ്സിലുള്ളതിനെ കാണുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമാണ്.
നിങ്ങളുടെ മനസ്സിലുള്ളതിനെ അടുത്തിരിക്കുന്ന ആർക്കും അറിയില്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിലുള്ളത് ആരും അറിയുന്നില്ലെന്ന് ചിന്തിക്കരുത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ മാലിന്യത്തെയും ചിന്തകളെയും എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ മനസ്സിൽ നിരൂപിക്കുന്നത് ഗ്രഹിക്കുന്ന, ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവായി മനുഷ്യൻ്റെ മനസ്സിന് ഭവിച്ചതായ താഴ്ച എന്ന് പറയുന്നത് അത് മലിനമായി തീർന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ മനസ്സെപ്പോഴും മാലിന്യത്തിലേക്ക് അഥവാ പാപത്തിലേക്ക് ചരിവുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്. ഒരു നന്മയും തിന്മയും അവൻ്റെ മുൻപിൽ ഒരു ചോയ്സായിട്ട് വന്നാൽ മനുഷ്യൻ സ്വാഭാവികമായിട്ട് തിന്മയെ സ്വീകരിക്കുകയും നന്മയെ ത്യജിക്കുകയുമാണ് സ്വാഭാവികമായിട്ട് ചെയ്യുന്നത്. അത് മലിന മനസ്സിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ താഴ്ചയിൽ നിന്ന് നമ്മെ ഉയർത്തുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചപ്പോൾ ദൈവം നമ്മെ ഓർക്കുകയായിരുന്നു. നമ്മോട് മനസ്സലിവുള്ളവനായി തീരുവാൻ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. നിങ്ങൾ സുവിശേഷങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്താൽ ദൈവം നമ്മെ നമ്മുടെ മനസ്സിന് വന്ന താഴ്ചയിൽ നിന്ന് ഉദ്ധരിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ ഉപയോഗിച്ച വിവിധ ഘട്ടങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് മനസ്സലിഞ്ഞു എന്നാണ് ആ സന്ദർഭത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാക്ക്. കർത്താവ് മനസ്സലിഞ്ഞു. ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നി. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഞാനൊന്ന് ഓർപ്പിക്കാം. കർത്താവ് ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ താൻ ജനത്തെ കണ്ടു. ജനത്തെ കണ്ടത് ഇടയനില്ലാത്ത ആടുകൾ ചിന്നിച്ചിതറി അപകടാവസ്ഥയിൽ നിൽക്കുന്നത് പോലെയാണ് യേശുക്രിസ്തു മനുഷ്യരെ കണ്ടത്. അപ്പോസ്തലന്മാർക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ കർത്താവ് കണ്ടത് അവരെ ചിന്നിച്ചിതറിയ ആടുകളെ പോലെയാണ്. ആടുകൾക്ക് എപ്പോഴും ഇടയൻ ആവശ്യമാണ്. ഇടയനില്ല എങ്കിൽ ആടുകൾ നശിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ദുഷ്ടമൃഗങ്ങളുടെ വായിൽ അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആടുകൾക്ക് എപ്പോഴും ഒരു ഇടയൻ വേണം. ഇസ്രായേൽ ജനത്തെ ദൈവം തൻ്റെ പുത്രൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കി കണ്ടിട്ട് പറയുകയാണ്, അവര് ആ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്. അങ്ങനെ കണ്ട കർത്താവ് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞുവെന്നാണ് വായിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും കണ്ട്, നിങ്ങൾ ഇടയനില്ലാത്ത ആടാണെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് മനസ്സലിവുണ്ട്. ആരാണ് ഇടയനുള്ള ആട്? യഹോവ എൻ്റെ ഇടയനാകുന്നുവെന്ന് ദാവീദ് തൻ്റെ ഒരു പാട്ടിൽ പാടിയിരിക്കുന്നത് പോലെ യേശുവിനെ ഇടയനായി സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ധൈര്യമുണ്ട്. എൻ്റെ കർത്താവ് എൻ്റെ ഇടയനാണ്. അങ്ങനെയുള്ള ആടുകൾക്ക് ധൈര്യമുണ്ട്, സുരക്ഷിതത്വ ബോധമുണ്ട്, എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള വ്യക്തതയുണ്ട്. എന്നാൽ യേശുവിനാൽ നയിക്കപ്പെടാത്ത ഓരോ വ്യക്തികളും ഇടയനില്ലാത്ത ആടുകൾക്ക് തുല്യമായിട്ട് അപകടസ്ഥിതിയിലുള്ളവരാണ്. അങ്ങനെയുള്ളവരോട് മനസ്സലിയുള്ള ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഈ ഇടയനിൽ സുരക്ഷിതത്വം കണ്ടെത്താത്ത ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ വാക്കുകളെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന, നിങ്ങളുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്ന ഒരനുഭവമാണ് യേശുവിൻ്റെ ആടുകളായി തീരുക എന്നുള്ളത്. മത്തായിയുടെ സുവിശേഷം 9:36 നിന്നുമാണ് ഞാൻ ആ ഭാഗം ഉദ്ധരിച്ചത്. അതുമാത്രമല്ല, മത്തായി 14:14 നമ്മൾ വായിക്കുമ്പോൾ യേശു മനസ്സലിഞ്ഞ മറ്റൊരു കൂട്ടമുണ്ടായിരുന്നു. അത് തൻ്റെ അടുക്കൽ വരുന്ന രോഗികളോട് എൻ്റെ കർത്താവ് മനസ്സലിഞ്ഞു. പ്രിയരെ, നമ്മുടെ കർത്താവ് മനസ്സലിവുള്ളവനായതുകൊണ്ടാണ് പല രോഗികളെയും കണ്ടപ്പോൾ കർത്താവ് അവർക്ക് സൗഖ്യം നൽകിയത്. മനുഷ്യൻ രോഗിയായി തീർന്നതിൻ്റെ കാരണം എന്താണ്? അതും പാപനിമിത്തം സംഭവിച്ചതാണ്. അതിനോടൊക്കെ മനസ്സലിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതേ, രോഗാവസ്ഥയിലിരുന്നവരെ കർത്താവ് മനസ്സലിഞ്ഞ് സൗഖ്യമാക്കി. അക്കൂട്ടത്തിൽ വിവിധ രോഗങ്ങൾ ബാധിച്ചവരുണ്ടായിരുന്നു, കാഴ്ചയില്ലാത്തവരുണ്ടായിരുന്നു, കുഷ്ഠരോഗികളുണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ കർത്താവിൻ്റെ അടുക്കൽ ഒരു കുഷ്ഠരോഗി വന്നു. കുഷ്ഠരോഗി വന്നിട്ട് നമ്മുടെ കർത്താവിനോട് പറഞ്ഞു, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു. കർത്താവ് എന്താ ചെയ്തതെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. കർത്താവ് എനിക്ക് മനസ്സുണ്ട്, സൗഖ്യമാകുക എന്ന് പറഞ്ഞ കുഷ്ഠരോഗിയെ തൊട്ടു എന്നാണ് നാം വായിക്കുന്നത്. കുഷ്ഠരോഗിയെ തൊട്ടു. അതിൻ്റെ കാരണം എന്താണ്? കർത്താവിന് മനസ്സുണ്ട്, മനസ്സ് അലിയുന്ന മനസ്സുമാണ്. അതുകൊണ്ട് കുഷ്ഠരോഗിയെ തൊട്ടു. കുഷ്ഠരോഗി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് മനസ്സിലാവുകയില്ല. കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകും. പക്ഷേ ബൈബിൾ പറയുന്ന കാലത്ത് കുഷ്ഠരോഗം എന്ന് പറയുന്നത് മരിച്ചതിന് തുല്യമാണ്. കുഷ്ഠരോഗിയെ എപ്രകാരമാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ന്യായപ്രമാണത്തിൽ കൊടുത്തിരിക്കുന്ന കൽപ്പനകളൊക്കെ ചേർത്ത് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഗൗരവം മനസ്സിലാകുന്നത്. കുഷ്ഠരോഗി മരിച്ചവന് തുല്യനാണ് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് അവൻ്റെ തല മുതൽ പാദം വരെ ഒരു കറുത്ത കുപ്പായമിടണമായിരുന്നു. അങ്ങനെ മൂടുപടമിട്ട് മാത്രമേ കുഷ്ഠരോഗി അവനെ പുറത്ത്, പാളയത്തിന് പുറത്ത് എന്ന് വെച്ചാൽ ഗ്രാമത്തിന് പുറത്ത്, അതേ
മറ്റാരുമായും സമ്പർക്കം പുലർത്താത്ത നിലയിൽ ആക്കണമായിരുന്നു. അവൻ്റെ വായിൽ ഒരു റൂമാല് കെട്ടണമായിരുന്നു. അവൻ സംസാരിക്കുമ്പോൾ രോഗാണുക്കൾ പടരാതിരിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല, അവൻ്റെ കുടുംബത്തിൽ നിന്നും കുഞ്ഞുങ്ങളിൽ നിന്നും ഭാര്യയിൽ നിന്നുമൊക്കെ അകറ്റി വേറിട്ട ഒരു ജീവിതത്തിന് വേണ്ടി വിധിക്കപ്പെടുന്ന ഒരനുഭവമാണ് കുഷ്ഠരോഗിക്ക് അക്കാലത്തുണ്ടായിരുന്നത്. അവർ ജീവിച്ചിരുന്നത് ആരെങ്കിലും കരുണയോടുകൂടെ എറിഞ്ഞു കൊടുക്കുന്ന ആഹാരം എടുത്ത് ഭക്ഷിച്ചാണ് കുഷ്ഠരോഗികൾ അക്കാലത്ത് ജീവിച്ചിരുന്നത്. കാരണം 20 അടി അകലത്തിൽ മനുഷ്യനെ അടുപ്പിക്കുവാൻ അവർക്ക് വ്യവസ്ഥയില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും വഴി നടന്നു വരികയാണെങ്കിൽ കുഷ്ഠരോഗികൾ വിളിച്ചു പറയണം, ഞാൻ അശുദ്ധൻ, അശുദ്ധൻ, അശുദ്ധൻ. ഇത് കേൾക്കുമ്പോൾ ആളുകൾ പേടിച്ചോടും. പേപ്പട്ടിയെ കണ്ടതുപോലെ പേടിച്ചോടും. അങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥയുണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. പ്രിയരെ, ഏത് വ്യക്തികൾക്കും യേശുവിനെ സമീപിക്കാം. നിന്റെ ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാം. പ്രൈസ് ദി ലോർഡ്. ഓർത്ത് നോക്കിയേ, യേശുവിന് വേണമെങ്കിൽ മാറി നിന്നിട്ട് ശരി സൗഖ്യമാകുക, പൊയ്ക്കോ എന്ന് പറയാമായിരുന്നു. പക്ഷെ യേശു ചെയ്തത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. യേശുവിന് നമ്മോട് മനസ്സലിയുന്നത് കൊണ്ട് അവിടുന്ന് അടുത്ത് വന്നിട്ട് ആ രോഗിയെ തൊട്ടു എന്നാണ് വായിക്കുന്നത്. കുഷ്ഠരോഗിയെ ആരും തൊടരുത്, കാരണം തൊട്ടാൽ കുഷ്ഠം പകരാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ യേശുവിന് ആരെയും തൊടാം. ആരിൽ നിന്നും യാതൊന്നും യേശുവിന് പകരുകയില്ല. കാരണം അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനാണ്. അവിടുന്ന് ദൈവപുത്രനായതുകൊണ്ട് അടുത്ത് ചെന്ന് രോഗിയെ തൊട്ടു, ഉടൻ തന്നെ അവൻ്റെ കുഷ്ഠം മാറിയെന്നാണ് നമ്മൾ വായിക്കുന്നത്. എത്ര അത്ഭുതമാണ് പ്രിയരെ. സാധാരണഗതിയിൽ കുഷ്ഠരോഗിക്ക് സൗഖ്യമുണ്ടാകുക പോലും ഇല്ലാതിരുന്ന കാലത്ത്, മരണം മാത്രം മുൻപിൽ കണ്ടിരുന്ന സ്ഥാനത്ത് ദൈവം തൻ്റെ പുത്രനിലൂടെ അവനെ കടാക്ഷിച്ചു. അവൻ്റെ താഴ്ചയിൽ അവനെ ഓർത്തു. ഞാൻ പറയട്ടെ, മനുഷ്യന് ശരീരത്തിൽ ബാധിക്കുന്ന കുഷ്ഠരോഗങ്ങൾക്ക് ഇന്ന് പലവിധമായ ചികിത്സകളും മറ്റുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് പാപത്തിൻ്റെ കുഷ്ഠമെന്നുള്ളത് മറന്നു പോകരുത്. നിങ്ങൾ കുഷ്ഠരോഗത്തെ പാപവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കുഷ്ഠരോഗത്തിൻ്റെ പല ലക്ഷണങ്ങളും നമുക്ക് പാപത്തിലും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കുഷ്ഠരോഗം ആരംഭിക്കുന്ന മനുഷ്യൻ്റെ ത്വക്കിൻ്റെ പുറത്തല്ല, അവൻ്റെ ഉള്ളിൽ അത് ഉണ്ടായി അത് തൊലിപ്പുറത്തേക്ക് വ്യാപിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മനുഷ്യനിൽ പാപം അവൻ്റെ ഹൃദയത്തിൽ ആരംഭിച്ചിട്ട് പുറത്തേക്ക് സംസാരത്തിലൂടെയും പ്രവൃത്തികളിലൂടെയൊക്കെ വെളിപ്പെടുന്നതാണ്. കുഷ്ഠരോഗം മനുഷ്യനെ അവന് സംവേദനശേഷി നഷ്ടപ്പെടുത്തും. എന്ന് വെച്ചാൽ കുഷ്ഠം ബാധിച്ച കരങ്ങളിൽ അവനെ എറുമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ മുറിവേറ്റാലോ ഒന്നും അവൻ അറിയില്ല. അവനെ സംവേദനമില്ലാത്തവനായിട്ട് തീർക്കും. ഇതുപോലെ തന്നെയാണ് പാപവും മനുഷ്യനിൽ സംഭവിപ്പിക്കുന്നത്. പാപം ചെയ്താൽ അവന് ഒരു വികാരവുമില്ലാത്തവനായിട്ട്, ചെയ്തതായിട്ട് തോന്നുക പോലുമില്ല, ചെയ്തതിനെക്കുറിച്ച് ബോധമില്ലാത്തവനായിട്ട് ജീവിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇത് പാപത്തിൻ്റെ ഗാംഭീര്യത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുഷ്ഠരോഗം മനുഷ്യനിൽ നിന്നും അകറ്റുന്നതാണെങ്കിൽ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ്. മാത്രമല്ല, എന്നേക്കുമുള്ള ജീവനിൽ നിന്നും നിത്യനാശത്തിലേക്ക് അവനെ തള്ളിക്കളയുന്നതാണ്. കുഷ്ഠരോഗിക്ക് അക്കാലത്ത് മരണമല്ലാതെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലായിരുന്നു. പാപവും അത് തന്നെയാണ് പറയുന്നത്. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. ഈ കുഷ്ഠരോഗിയോട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പാപിയാണ് നിങ്ങളെങ്കിലും അവിടുന്ന് സൗഖ്യമാക്കുവാൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം ഇന്ന് തൻ്റെ പുത്രനിലൂടെ നമ്മെ കടാക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപത്തിന് സ്വയമായിട്ടോ മറ്റുള്ളവരാലോ നാം ചെയ്യുന്ന യാതൊരു കർമ്മങ്ങളാലോ പരിഹാരം വരാത്ത സ്ഥാനത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം മനുഷ്യൻ്റെ സകല പാപവും പോക്കി അവനെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവം മനുഷ്യവർഗത്തിന് അവൻ്റെ താഴ്ചയിൽ അവനെ കടാക്ഷിച്ചതാണ്. മനുഷ്യന് പാപം പരിഹരിക്കുവാൻ വേറെ ഒരു മാർഗവുമില്ല. നമ്മൾ മതമനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് മനുഷ്യൻ്റെ പാപം പരിഹരിക്കപ്പെടുകയില്ല. മനുഷ്യൻ്റെ പാപം മനുഷ്യൻ്റെ തൊലിപ്പുറത്തല്ലിരിക്കുന്നത് മനുഷ്യൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ ദൈവം അവനോട് കരുണ കാണിച്ചിട്ട് ദൈവം തൻ്റെ പുത്രനിലൂടെ ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. പ്രിയരെ, കാൽവരി ക്രൂശിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. എന്താണ് വാസ്തവത്തിൽ കാൽവരി ക്രൂശിൽ നടന്നത്? അഥവാ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് പറയുമ്പോൾ എന്താണ് അത് ചൂണ്ടിക്കാണിക്കുന്നതെന്നുള്ളത് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പല ആവർത്തി നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുള്ള വ്യക്തികളാണ്. എന്നാൽ ഇന്ന് ഇത് ഒരിക്കൽ കൂടെ നിങ്ങൾ കേൾക്കുവാൻ ദൈവത്തിന് നിങ്ങളോട് മനസ്സിലിവ് തോന്നി. ശ്രദ്ധിക്കണമേ, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി.
അങ്ങനെ അകന്നുപോയ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നിത്യമായി അകന്നു പോകുന്ന നിത്യമരണത്തിന് അഥവാ നരക ജീവിതത്തിന് വിധിക്കപ്പെട്ടവനാണ്. അങ്ങനെ വിധിക്കപ്പെട്ട മനുഷ്യനെ ദൈവം രക്ഷിക്കുവാനായിട്ട് ദൈവം മനുഷ്യനോട് കരുണ കാണിച്ചു. കാരണം ഒരു മനുഷ്യനും സ്വയമായി രക്ഷപ്പെടുവാൻ സാധിക്കുകയില്ല, മറ്റാർക്കും അവനെ രക്ഷിക്കുവാനും സാധിക്കുകയില്ല. അതുകൊണ്ട് മനുഷ്യരാൽ അസാധ്യമായത് സാധ്യമാക്കുവാൻ ദൈവം തന്നെ ഇറങ്ങി വന്നു. ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അവിടുന്ന് ഒരു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഭൂമിയിൽ 33 വർഷങ്ങൾ ജീവിച്ചു. ഈ 33.5 വർഷക്കാലത്തെ ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. ക്രിസ്തുവിൽ പാപമില്ല. അവിടുന്ന് പാപരഹിതനായിട്ട് ജീവിച്ചു. എന്നാൽ എല്ലാ മനുഷ്യരുടെയും പാപം തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തപ്പെടുവാനും എല്ലാവരുടെയും ശിക്ഷ തൻ്റെ പുത്രൻ ഏറ്റുവാങ്ങുവാനും ദൈവം മനുഷ്യവർഗത്തോട് കരുണ കാണിച്ചു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ക്രൂശിൽ യേശു ക്രൂരമായ മരണത്തിന്, ഒരു മനുഷ്യന് ഭൂമിയിൽ വരിക്കാവുന്ന ഏറ്റവും ക്രൂരമായ മരണത്തിന് യേശു ക്രിസ്തു വിധേയനായി. അത് എന്നെയും നിങ്ങളെയും നമ്മുടെ താഴ്ചയിൽ ഓർത്തതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അവിടുന്ന് നമ്മെ ഓർത്തില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ക്രിസ്തു സഹിക്കേണ്ടതായിട്ട് വരികയില്ലായിരുന്നു. ഇന്നും മനുഷ്യനെ ഓർക്കുന്ന ദൈവം നിങ്ങളെ ഓർത്ത് താൻ അന്ന് ക്രൂശിൽ സഹിച്ചതായ ആ ക്രൂരമായ മരണം എൻ്റെ പാപനിമിത്തമാണെന്ന് നിങ്ങളൊന്ന് അംഗീകരിക്കുക മാത്രം ചെയ്താൽ നിങ്ങളുടെ ഏത് പാപവും ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. എത്ര കഠിന പാപികൾക്കും പാപക്ഷമ നൽകുന്ന ഒരു ദൈവത്തെയാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചറിയിക്കുന്നത്. പ്രിയരെ, മനുഷ്യൻ്റെ പാപം അവന് സ്വയമായിട്ട് പരിഹരിക്കുവാൻ കഴിയുകയില്ല. എത്ര പണക്കാരനായിരുന്നാലും എന്തെല്ലാം ചെയ്യുവാൻ അവൻ തയ്യാറായിരുന്നാലും മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും പാപമായിട്ട് മാത്രമേ ദൈവം കണക്കാക്കിയുള്ളൂ. പാപി ചെയ്യുന്നതെല്ലാം പാപമായിട്ടാണ് ദൈവം കണക്കാക്കുന്നത്. എന്നാൽ മനുഷ്യന് വേണ്ടി ദൈവം തൻ്റെ പുത്രനിലൂടെ നിവർത്തിച്ച പാപപരിഹാര കർമ്മം മനുഷ്യൻ്റെ താഴ്ചയിൽ ദൈവം അവനെ ഓർത്തതിൻ്റെ ഉത്തമമായ തെളിവായിട്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. യേശു കർത്താവ് മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കുക മാത്രമല്ല, യേശു കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കുക വരെ ചെയ്തു. നമുക്കറിയാമല്ലോ, നയീനിലെ വിധവയായ സ്ത്രീ തൻ്റെ ഏകമവൻ്റെ ശവമടക്കുവാനായിട്ടൊരു മഞ്ചത്തിൽ കയറ്റി ശവപ്പറമ്പിലേക്ക് പോകുമ്പോൾ എതിരായിട്ട് യേശുവും തൻ്റെ അപ്പോസ്തലന്മാരും വന്നു. ആ സ്ത്രീ കരയുന്നത് കണ്ടിട്ട് അവളോട് മനസ്സലിഞ്ഞിട്ട് ആ ശവമഞ്ചത്തിൽ തൊട്ടുകൊണ്ട് ആ യൗവനക്കാരനെ ജീവൻ മടക്കി നൽകി. യേശുവിന് മാത്രം കഴിയുന്ന സംഭവമാണ്. മരിച്ചാൽ മനുഷ്യനെ ജീവിപ്പിക്കുവാൻ കഴിയുന്നത് ദൈവപുത്രന് മാത്രമാണ്, അഥവാ ദൈവത്തിന് മാത്രമാണ്. 3 വ്യക്തികളെ യേശു കർത്താവ് ആ വിധത്തിൽ ഉയർപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബൈബിൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതേ, യായിറൂസിൻ്റെ മകളെ മരിച്ച ഉടനെ യേശു ഉയർപ്പിച്ചു. നയീനിലെ വിധവയുടെ മകനെ ശവക്കോട്ടയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കർത്താവ് ഉയർപ്പിച്ചു. മൂന്നാമത് ഉയർപ്പിച്ചത് മരിച്ച് 4 നാളായി നാറ്റം വച്ച ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച് ദൈവപുത്രൻ തൻ്റെ ശക്തി വെളിപ്പെടുത്തി. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ് യേശു. മനുഷ്യൻ്റെ താഴ്ചയിൽ അവിടുന്ന് ഓർക്കുന്നത് നിമിത്തം പാപപരിഹാരം വരുത്തുന്നു, രോഗസൗഖ്യം വരുത്തുന്നു. മാത്രമല്ല, മരണത്തിൽ നിന്ന് വരെ ഉദ്ധരിക്കുവാൻ നമ്മുടെ കർത്താവ് പ്രാപ്തനായ കർത്താവാണ്. ഇത് മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? മനുഷ്യൻ്റെ മനസ്സിൽ വന്ന താഴ്ചയ്ക്ക് യേശുക്രിസ്തു മനസ്സലിവുള്ളവനായി ലോകത്തിൽ വന്ന് അവിടുന്ന് നമ്മെ ഓർത്തത് നിമിത്തം നമുക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മെ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നു, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായിരുന്നു. മാലിന്യപ്പെട്ട മനസ്സിൻ്റെ ഉടമകളായവരെ കർത്താവ് മനസ്സലിഞ്ഞ് ഓർത്തത് നിമിത്തം കർത്താവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റുന്നതാണ് ക്രിസ്തീയ മാർഗമെന്നുള്ളത്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീർന്നാൽ അവർക്ക് സ്നേഹമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും, സമാധാനമുണ്ടായിരിക്കും. അവർക്ക് ദീർഘമായിട്ട് ക്ഷമിക്കുവാനായിട്ട് സാധിക്കും. അവർ ദയുള്ളവരായിരിക്കും. ക്രിസ്തീയ മൂല്യങ്ങളൊക്കെ ക്രിസ്തു മാറ്റം വരുത്തിയ മനസ്സുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. പ്രിയരെ, ഇതൊന്നും
ആളുകളെ മതത്തിൽ ചേർക്കുവാനുള്ള തന്ത്രങ്ങളായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നതിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഒരു ക്രിസ്ത്യാനി ഒരുവനോട് കാരുണ്യം കാണിച്ചാൽ അവന് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളത് കൊണ്ടാണ് അത് ചെയ്യുന്നത്. ക്രിസ്തു കഷ്ടപ്പെടുന്ന ജനത്തോട് മനസ്സിലുള്ളവനായിരുന്നത് പോലെ, രോഗികളോട് അതേ ആർദ്രതയുള്ളവനായി തീർന്നത് പോലെ കരുണയോടെ ഒരു മനുഷ്യൻ പ്രവർത്തിച്ചാൽ അത് സൂചിപ്പിക്കുന്നത് ക്രിസ്തു മനസ്സ് അവൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആത്മാവിൽ വന്ന താഴ്ചയ്ക്ക് ക്രിസ്തു മുഖാന്തരം ലഭിച്ച ഉയർച്ചയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അവൻ്റെ മനസ്സിന് വന്ന താഴ്ചയ്ക്ക് ക്രിസ്തു മുഖാന്തരം വരുന്ന ഉയർച്ചയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. ഇനി അവസാനത്തെ ഭാഗം ശരീരത്തിൽ വന്ന താഴ്ചയാണ്. ശരീരത്തിൽ ഭവിച്ച താഴ്ചയ്ക്ക് എങ്ങനെയാണ് ക്രിസ്തു മുഖാന്തരം അതേ ദൈവം ഉയർച്ച വരുത്തുന്നതെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അതിൻ്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക. 1 കൊരിന്ത്യർ 15-ന്റെ 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യൻ്റെ ശരീരത്തിനുള്ള താഴ്ചയുടെ 4 ലക്ഷണങ്ങളെ പൗലോസ് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന് ദൈവം തൻ്റെ പുത്രനിലൂടെ വരുത്തുന്ന ഉയർച്ചയും നമുക്ക് അതേ ഭാഗത്ത് തന്നെ കാണുവാനായിട്ട് സാധിക്കും. ആ ഭാഗം ഒന്ന് വായിക്കുന്നു. മരിച്ചവരുടെ പുനരുദ്ധാനവും അമരണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരവുമുണ്ട്. താങ്ക് യു. ഈ വായിച്ച വേദഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചുവെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിന് പാപം നിമിത്തം ഭവിച്ച 4 താഴ്ചകളെയാണ് പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നത്. വിശദീകരിക്കാതെ അത് അക്കമിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ബോധ്യപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ താഴ്ച എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശരീരം ദ്രവത്വമുള്ളതായി തീർന്നു. എന്ന് വെച്ചാൽ മനുഷ്യൻ മരിച്ചാൽ വീണ്ടും മണ്ണിലേക്ക്, അവനെ എവിടെ നിന്നെടുത്തോ മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്ന സ്ഥിതിയിലേക്ക് മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. അതുകൊണ്ടാണ് മരിച്ച മനുഷ്യനോടും മനുഷ്യർക്ക് സ്നേഹം തന്നെയാണ്. മനുഷ്യൻ മരിച്ചു. ഉദാഹരണത്തിന് ഭർത്താവ് മരിച്ചു, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇപ്പോഴും സ്നേഹമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അന്നോ അതിന് ശേഷം അടുത്ത ദിവസമോ ഇല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ കൊണ്ടുപോയി മറവ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം ഈ ശരീരം ഇനിയും കാത്തു വെച്ചിട്ട് കാര്യമില്ല. ജീവൻ നഷ്ടപ്പെട്ടത് കൊണ്ട് ഇത് ദ്രവിക്കുവാൻ പോകുകയാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ ദ്രവത്വം ആരംഭിക്കുകയാണ്. അങ്ങനെ മനുഷ്യൻ മരിച്ചാൽ ദ്രവിക്കുവാനുള്ള ദ്രവത്വത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്ന എല്ലാ അണുക്കളും മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉണ്ടെന്നുള്ളത് ആ വസ്തുത. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ മരിച്ചാൽ ആ നിമിഷം മുതൽ എൻ്റെ ശരീരം ദ്രവിക്കുവാനുള്ള എല്ലാ ജീവികളെയും എൻ്റെ ശരീരത്തിൽ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മാന്യമായ വസ്ത്രമൊക്കെ ധരിച്ച് വേഷമൊക്കെ കെട്ടി നടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് വളരെ മനോഹരമായ ശരീരമാണെന്ന്. പ്രിയരെ, മനുഷ്യനിൽ ദ്രവത്വമുണ്ട്. മനുഷ്യൻ ദ്രവത്വമുള്ളവനാണ്. അങ്ങനെയുള്ള ദ്രവത്വമുള്ള മനുഷ്യനെ ദൈവം കടാക്ഷിക്കുന്നത് നിമിത്തം അവനെ ആദ്രവത്വത്തിലേക്ക് ഉയർപ്പിക്കുന്ന ഒരു നാൾ ദൈവം സജ്ജമാക്കി. ദ്രവത്വമുള്ള മനുഷ്യന്റെ ശരീരത്തെ ഒരിക്കലും ദ്രവിച്ചു പോകാത്ത ശരീരം നൽകുവാൻ തക്കവണ്ണം ദൈവം അവനെ ഓർത്തുവെന്ന് നാം അതിൽ നിന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, അതേ തേജസ്സിൽ ഉയർക്കുന്നു. മനുഷ്യന്റെ ശരീരം അപമാനത്തിലാണ്. ഇവിടെ വിതയെന്ന് പറയുന്നത് മനുഷ്യനെ അടക്കുന്നതിനെ കുറിച്ചാണ്, മണ്ണിൽ അവനെ കുഴിച്ചിടുന്നതിനെ കുറിച്ചാണ്. ഒരു വിത്ത് മനുഷ്യന്റെ ശരീരത്തെ ഒരു വിത്തിനോട് താതാത്മ്യപ്പെടുത്തിയിട്ട് ആ വിത്ത് കുഴിച്ചിടുന്നത് പോലെ പറയുകയാണ്, ദ്രവത്വമുള്ളതാണ് കുഴിച്ചിടുന്നത്, എന്നാൽ അത് അദ്രവത്വത്തിൽ ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ദൈവം മനുഷ്യനെ താഴ്ചയിൽ കടാക്ഷിച്ചത് കൊണ്ട് സംഭവിച്ച മാറ്റമാണ് എന്ന് ഒന്നുകൂടി ഞാൻ പറയുന്നു. രണ്ടാമത്തേത്, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു. ഓർത്തു നോക്കിയേ, ഏത് മനുഷ്യനും മരിക്കുമ്പോൾ അപമാനത്തിലാണ് അവനെ കുഴിച്ചിടുന്നത്, എന്നാൽ അവനെ തേജസ്സിൽ ഉയർപ്പിക്കാമെന്ന് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്. അപമാനത്തിൽ കുഴിച്ചിടപ്പെട്ടാലും തേജസ്സിൽ ഉയർക്കുവാനുള്ള ഒരു അവസരം ദൈവം വെച്ച് നീട്ടുന്നു. മൂന്നാമത്തേത്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തി ഉയർക്കുന്നു. എന്താണ് ഈ ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ ബലഹീനനാണ്, അവന്
തിരിയുവാനോ മറിയുവാനോ നാവനക്കുവാനോ ചലിക്കുവാനോ ഒന്നും കഴിയാതെ ദുർബല ശരീരത്തിൻ്റെ ഉടമയായി തീരും. എത്ര വലിയ ഗുസ്തിക്കാരനായാലും എത്ര മല്ല് കെട്ടുന്ന ധീരനായാലും അവനിൽ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടാൽ അവൻ ബലഹീനരായി തീരുകയാണ്. എന്നാൽ യേശുക്രിസ്തു ആ താഴ്ചയിൽ നമ്മെ ഓർത്തത് നിമിത്തം യേശുക്രിസ്തു നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പ് ശക്തിയിൽ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ഒരു അവസരം വെച്ച് നീട്ടുകയാണ്. നാലാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരമായിട്ട് അതിന് ഉയർക്കുവാനുള്ള സാധ്യതയാണ് ക്രിസ്തുവിലൂടെ ഒരുക്കിയിരിക്കുന്നത്. പ്രാകൃത ശരീരം എന്ന് പറഞ്ഞാൽ സ്വാഭാവിക ശരീരം എന്ന് വെച്ചാൽ ഈ മണ്ണിൽ നിന്നുള്ള ഘടകങ്ങളാൽ മൂലകങ്ങളാൽ നിർമ്മിതമായ ഒരു ശരീരം. എന്നാൽ ഉയർത്തെഴുന്നേൽക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ഈ മണ്ണിൻ്റെ മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ശരീരമല്ല, പിന്നെ ഒരു ആത്മീയമായ ശരീരം ദൈവം നൽകുന്നു. യേശുക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചപ്പോൾ പ്രാപിച്ച ശരീരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ വർണ്ണിക്കേണ്ടതാണ്. സമയത്തിൻ്റെ പരിമിതി നിമിത്തം ഞാൻ അതിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, ഇവിടെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സകല താഴ്ചകളെയും ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവം തൻ്റെ പുത്രനെ മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തതിലൂടെ മനുഷ്യന് മരണത്താൽ സംഭവിക്കുന്ന സകല താഴ്ചയിൽ നിന്നും ഉദ്ധരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ നാം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യന് ശരീരത്തിൽ വന്ന ഈ താഴ്ചയ്ക്ക് എങ്ങനെയാണ് ക്രിസ്തു നമ്മെ ഓർത്തത്? അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ അത് നമുക്ക് നൽകുന്ന ഉത്തരമാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവിടുന്ന് അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. എന്ന് വെച്ചാൽ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നത്? അതിൻ്റെ കാരണം ഭൂമിയിലുള്ള ആദാമ്യകുലത്തിൽ പിറന്ന സകലരും ശരീരവും മാംസമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു അതേ ശരീരരക്തങ്ങളോടുകൂടെ ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് ഇടയായി. അതുമാത്രമല്ല, മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ അവിടുന്ന് പരാജയപ്പെടുത്തിക്കൊണ്ട് ജീവപര്യന്തം മരണഭീതിയിൽ കഴിഞ്ഞിരുന്ന എല്ലാവരെയും അവിടുന്ന് വിടുവിക്കുവാനിടയായി തീർന്നു. അപ്പോൾ അത് നമ്മെ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ മരണമുള്ളവനായതുകൊണ്ട് മരിക്കുവാൻ യോഗ്യമായ ഒരു ശരീരത്തോടെ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് നമ്മെ ഓർത്തത് നിമിത്തമാണ്. ക്രിസ്തു അങ്ങനെ തൻ്റെ ശരീരത്തിൽ നമ്മുടെ മരണം ഏറ്റുവാങ്ങിയത് കൊണ്ട് നമുക്ക് ഉയർച്ച ലഭിക്കുന്നു എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പ്രസ്താവനയുണ്ട്. മനുഷ്യന് താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന് ഉയർച്ച നൽകുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ ദൈവം അവൻ വെച്ചിരിക്കുന്ന വാഗ്ദാനം വളരെ പ്രസിദ്ധമാണ്. വായിക്കാം, ശ്രദ്ധിക്കുക. ഫിലിപ്പിയർ 3 വാക്യം 20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഇത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ പ്രത്യാശയുടെ വാക്കുകളാണ് ഇവിടെ വായിച്ചു കേട്ടത്. അവിടെ പറയുന്നത് അതാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. എത്ര പേർക്ക് പൗലോസിനോട് ചേർന്ന് ഇത് ഏറ്റുപറയുവാൻ സാധിക്കും? ഞാനും അതിനായിട്ട് കാത്തിരിക്കുന്നു. ആ ധൈര്യമുള്ളവർ കരങ്ങളുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതേ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാകുന്നു. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്, അതിൽ നമ്മൾ അഭിമാനിക്കുന്നു. അപ്പോൾ തന്നെ നമുക്കൊരു ഇരട്ട പൗരത്വമുണ്ട്. ആത്മാവിൽ ദൈവം നമുക്കൊരു ഇരട്ട പൗരത്വം നൽകിയിരിക്കുന്നു. ആ പൗരത്വം സ്വർഗീയ പൗരന്മാരാണ് നാം. ലോകത്തിലെ ഏതൊരു രാജ്യത്തിൻ്റെ പൗരനായിരിക്കുന്നതിനേക്കാളും ഒരു ദൈവ പൈതലിനെ അഭിമാനിക്കുവാനുള്ളത് എനിക്ക് സ്വർഗീയ പൗരത്വം ലഭിച്ചു എന്നുള്ളതാണ്. പ്രിയരെ, ആ പൗരത്വമുള്ളവരെ കുറിച്ച് പറയുകയാണ്. അവിടെ നിന്ന്, അഥവാ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രാജാവായി വരുമെന്ന്, രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുകയാണ്. അങ്ങനെ കർത്താവ് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ. അവിടുന്ന് സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്
നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ശരീരത്തിന് താഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മൾ ആത്മാവിൽ താഴ്ച ഭവിച്ചവരാണ്. എന്നാൽ നമ്മുടെ താഴ്ചയിൽ ദൈവം നമ്മെ ഓർത്തു. നമ്മുടെ ആത്മാവിന് ജീവൻ നൽകുവാൻ തക്കവണ്ണം ദൈവപുത്രൻ നമ്മെ ഓർത്തത് കൊണ്ട് ദൈവം അതിനൊരു മുഖാന്തരം ഒരുക്കി. നമ്മുടെ മനസ്സ് മലിനമായി തീർന്നു. നമ്മുടെ മനസ്സ് താഴ്ചയുള്ളതാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരത്തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മെ ഓർത്തു. തൻ്റെ പുത്രനെ സ്വീകരിക്കുന്നവർക്ക് മനസ്സിന് മാറ്റം വരുത്തുവാൻ, മാനസാന്തരം വരുത്തുവാൻ ദൈവം ഒരു മാർഗമൊരുക്കി. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മാറുവാൻ ദൈവം നമുക്ക് അവസരം വെച്ച് നീട്ടി. മാത്രമല്ല, നമ്മുടെ ശരീരം താഴ്ചയുള്ളതാണ്. ഈ ശരീരത്തിൻ്റെ 4 താഴ്ചകളെ കുറിച്ച് ഞാൻ ഓർപ്പിച്ചുവല്ലോ. ഈ ശരീരത്തിൻ്റെ താഴ്ചകൾക്കും ദൈവം പരിഹാരം വരുത്തുവാൻ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലെ താഴ്ചയുള്ള ശരീരത്തിലേക്ക് അയച്ച് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ ആ ശരീരത്തിന്മേൽ ദൈവം ഏൽക്കുവാൻ അനുവദിച്ചതിലൂടെ അത് വിശ്വസിക്കുന്ന തൻ്റെ മക്കൾക്ക് ദൈവം താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന് ഉയർച്ചയിലേക്ക് നയിക്കുന്ന നാളുകൾ സമീപമാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ പിന്നെ ഇവിടെ നമുക്കിനി രോഗമില്ല, നമുക്ക് കണ്ണുനീരില്ല, നമുക്ക് വേദനയില്ല, ദുഃഖമില്ല, വേർപാടില്ല, നമുക്ക് അപമാനമില്ല. എല്ലാ ശാരീരികമായ താഴ്ചയുടെ അനുഭവങ്ങളിൽ നിന്നും കർത്താവ് വരുത്തുന്ന ഉയർച്ചയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഈ നാളുകളിൽ ഒന്നിൽ നിശ്ചയമായിട്ട് നമ്മുടെ കർത്താവ് മടങ്ങി വരും. അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ, പൗലോസ് പ്രസ്താവിച്ചതുപോലെ, അതേ നമ്മുടെ കർത്താവിൻ്റെ കാഹളധ്വനി കേൾക്കുവാനുള്ള സമയങ്ങൾ അടുത്തുപോയി. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന ആ സുദിനം ഇനിയും അധികം വിദൂരമല്ല. ദൈവമക്കളുടെ താഴ്ചയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ദൈവം നിശ്ചയമായും നമ്മെ ഓർക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം നമ്മെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. തന്നെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച തൻ്റെ മക്കളെ ചേർക്കുവാൻ നിശ്ചയമായിട്ടും കർത്താവ് മടങ്ങി വരും. പ്രിയരെ, ദൈവം തൻ്റെ പുത്രനിലൂടെ നമുക്ക് നൽകിയ വിമോചനത്തെക്കുറിച്ച് ഇന്ന് രാത്രി 2 വാക്കുകൾ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് ഇന്ന് കർത്താവ് നമ്മോട് സംസാരിച്ച വചനം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് പ്രാവർത്തികമാക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സന്ദേശം നിങ്ങൾ കേട്ടതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ സന്ദേശം നിങ്ങൾ വിശ്വസിക്കണം. ഈ സന്ദേശം നിങ്ങൾ അനുസരിക്കുവാൻ സന്നദ്ധരായി തീരണം. അത് നിങ്ങൾക്ക് അനുഗ്രഹ കാരണമായി തീരും. ഓർക്കണമേ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത ചരിത്രത്തിലൂടെ ഉദ്ധരിച്ചിരിക്കുന്ന വാക്യത്തെ ആസ്പദമാക്കി ഞാൻ വിശദീകരിച്ചുവല്ലോ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, അതേ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവം, അവിടുന്ന് നല്ലവനാകിയാലാണ് താഴ്ചയിൽ നമ്മെ അവിടുന്ന് ഓർത്തത്. അതെ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് നന്ദി കരേറ്റുവാൻ അത് ജീവിതാനുഭവമാക്കിയവർക്ക് സാധിക്കുന്നു. നല്ലെന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും താഴ്ച ഭവിച്ചവരായി തുടരുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മോചനം നൽകുവാൻ യേശുക്രിസ്തുവിലൂടെ ദൈവം നിവർത്തിച്ച രക്ഷണ്യ പദ്ധതിയല്ലാതെ മറ്റൊരു മാർഗമില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുക്രിസ്തു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല. ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം ദൈവം മനുഷ്യവർഗത്തിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മോചന വാഗ്ദാനമാണ്. പ്രിയരെ, നാം മോചനം നിരസിക്കരുത്. കുറേ നാളുകൾക്ക് മുമ്പ് ഞങ്ങളൊരു ട്രാക്റ്റ് എഴുതി. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: മോചനം നിരസിക്കുന്നുവോ, മോചനം നിരസിക്കുന്നുവോ. അമേരിക്കയിൽ സംഭവിച്ച ഒരു കഥയാണ് അത് ആ ചിന്തയിലേക്ക് നയിക്കുവാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ കഠിനമായ കുറ്റം ചെയ്ത ഒരു കുറ്റവാളിയെ, അതേ അവനെ ഇലക്ട്രിക്കൽ ചെയറിൽ ഇരുത്തി വധശിക്ഷയ്ക്ക് വിധിച്ചു. അങ്ങനെ വിധിച്ചപ്പോൾ അവൻ്റെ കുടുംബാംഗങ്ങളെല്ലാം വളരെ ദുഃഖിതരായി. ആ മനുഷ്യൻ മരിച്ചാൽ ആ കുടുംബത്തിന് ഏൽക്കുവാനുള്ള ആഘാതം മുൻകണ്ടുകൊണ്ട് അവർ ആ വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുവാൻ തയ്യാറായി. അങ്ങനെ ആ സംസ്ഥാനത്തെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവർണറുടെ അടുക്കൽ ഒരു ദയാഹർജി അവസാന ശ്രമം എന്ന നിലയിൽ അർപ്പിക്കപ്പെട്ടു. ആ മനുഷ്യൻ മരിക്കുന്നതിന് ഒരു ദിവസം
ദിവസം മുൻപ് ഗവർണർ ഉത്തരവിട്ടു, ആ മനുഷ്യൻ മരിക്കേണ്ടതില്ല, അവൻ്റെ തെറ്റുകളെ ഞാൻ മോചിച്ചിരിക്കുന്നു. അതിന് കാരണമായിട്ട് ഭവിച്ചത് ഭാര്യയും കുഞ്ഞുങ്ങളും ഗവർണറുടെ മുമ്പിൽ നടത്തിയ ആ ദയാഹർജിയും അവർ നേരിട്ട് ഹാജരായതും ഒക്കെ ഗവർണർക്ക് ആ കുറ്റവാളിയായ മനുഷ്യനോട് ദയ തോന്നുവാൻ കാരണമായി. അങ്ങനെ അവൻ്റെ മോചനം പ്രഖ്യാപിക്കുന്ന ഒരു തീർപ്പ്, ഒരു നിയമം ഒപ്പിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു. അവർ എത്രയും വേഗം 24 മണിക്കൂറിനുള്ളിൽ തൻ്റെ ഭർത്താവ് മരിക്കുവാൻ പോവുകയാണ്, ചെയ്ത കുറ്റത്തിൻ്റെ കാരണത്താൽ മരിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് അതിവേഗത്തിൽ അവർ ആ മോചനത്തിൻ്റെ വാർത്തയടങ്ങുന്ന ഗവർണറുടെ ഉത്തരവ് ആ ജയിലധികാരികളുടെ മുമ്പിൽ എത്തിച്ചു. അങ്ങനെ ജയിലധികാരിയുടെ മുമ്പിൽ എത്തിച്ചപ്പോൾ കുറ്റബോധത്തോടെ മരണത്തെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ആ മോചനം നിരസിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ജീവിക്കണ്ട, ഞാൻ മരിക്കാൻ തയ്യാറാണ്. മോചനം നിരസിച്ച വ്യക്തിയെ എന്ത് ചെയ്യണമെന്നായി. ഒരു ഭാഗത്ത് ഗവർണർ പറഞ്ഞിരിക്കുന്നു, ഈ മനുഷ്യൻ കൊല്ലപ്പെടരുത്, അവനെ കൊല്ലരുത്. മറുഭാഗത്ത് കൊല്ലപ്പെടുവാൻ യോഗ്യനായ മനുഷ്യൻ ഗവർണറുടെ ദയ നിരാകരിച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ജീവിക്കേണ്ട, ഞാൻ മരിച്ചോളാം. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ ഒരു ചർച്ചാ വിഷയമായി. അവസാനം എടുത്ത തീരുമാനത്തിൻ്റെ രേഖയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: ഗവർണർ നൽകിയ മോചനം നിരസിച്ചതുകൊണ്ട് ആ മനുഷ്യന് ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. പിറ്റേ ദിവസം ഇലക്ട്രിക്കൽ ചെയറിൽ ആ മനുഷ്യൻ്റെ മരണവിധി നടപ്പിലാക്കി. ഞാൻ എന്തിനാണ് ഇവിടെ സൂചിപ്പിച്ചതെന്നറിയാമോ? താഴ്ചയിൽ ഓർക്കുന്ന ദൈവം തൻ്റെ പുത്രൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ആത്മാവിലും മനസ്സിലും ശരീരത്തിലും പാപനിമിത്തം ഭവിച്ചു പോയ എല്ലാ വീഴ്ചകൾക്കും താഴ്ചകൾക്കും പരിഹാരം തൻ്റെ പുത്രനിലൂടെ വാഗ്ദാനം ചെയ്യുകയാണ്. നാം ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് കാരണക്കാരൻ ഞാനാണ്, എൻ്റെ പാപനിമിത്തമാണ് യേശു ക്രൂശിൽ മരിക്കേണ്ടി വന്നത് എന്ന് ഹൃദയംഗമായി വിശ്വസിച്ചുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന നൊമ്പരമെന്ന് ഏറ്റു പറഞ്ഞാൽ മതി. യേശുവെ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് വേണ്ടിയാണ് അങ്ങ് ക്രൂശിക്കപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് പൊറുക്കണം, എന്നെ അംഗീകരിക്കണം, എന്നെ ഓർക്കണം എന്നാവശ്യപ്പെട്ടാൽ ഇന്ന് രാത്രി നമ്മെ ഓർത്ത് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കഴിവുള്ളവനായിട്ട് അദൃശ്യനായി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ എനിക്കൊരു സുവിശേഷകൻ എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോടെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുവാനുണ്ട്. ഇപ്പോൾ നിങ്ങൾ മരിച്ചാൽ സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ സമാധാനപരമായൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കില്ല എങ്കിൽ, ഇപ്പോഴും നിങ്ങളുടെ പാപത്തിൻ്റെ ഭാരം നിങ്ങളുടെ മേൽ ഒരു വലിയ പ്രശ്നമായിട്ട് തുടരുന്നുവെങ്കിൽ, എനിക്ക് ആര് മോചനം നൽകുമെന്നുള്ള ചിന്തയോടെ ഇരിക്കുന്നുവെങ്കിൽ, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും മോചന വാഗ്ദാനം ചെയ്യുന്ന യേശുവിൻ്റെ സുവിശേഷം ഇന്ന് ഇവിടെ ഉറക്കെ പ്രസ്താവിച്ചത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, യേശുവേ എന്നോട് കരുണ കാണിക്കണമേ, എന്നെയും ഓർക്കണമേ എന്ന് ക്രൂശിൽ വെച്ച് ഒരു മനുഷ്യൻ പ്രസ്താവിച്ചപ്പോൾ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത യേശു കാരുണ്യത്തോടെ നമ്മുടെ നടുവിലുണ്ട്. എന്നെ ഓർക്കണമേ എന്ന് ഒന്ന് ആര് ദൈവത്തോട് പറയുന്നുവോ അവരെ ഓർക്കുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ്. അതേ, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്ന ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ പാപങ്ങളെ മോചിച്ച് നിത്യമരണത്തിൽ നിന്നും രക്ഷ നൽകുവാനായിട്ട് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആരെങ്കിലും യേശുവേ എനിക്ക് അങ്ങയുടെ മോചനം നിരസിക്കേണ്ട, അങ്ങയുടെ മോചനം എനിക്ക് ആവശ്യമാണ്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കരമൊന്ന് ഉയർത്തി കാണിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മാത്രമല്ല, ഇവിടെ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും അതേ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ട് യേശു നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി യേശു തന്നെത്താൻ താഴ്ത്തി, അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ഉയർച്ച എനിക്ക് വേണം, എനിക്കൊരു പാപമോചനം ആവശ്യമാണ്, എൻ്റെ പാപങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് ഹൃദയംഗമായിട്ട് ആരെങ്കിലും ഏറ്റുപറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ കരങ്ങൾ ഉയർത്തൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേട്ട അദൃശ്യമണ്ഡലത്തിൽ അഥവാ ഇതിൻ്റെ ചുറ്റുപാടുകൾ ആരെങ്കിലും ഭവനങ്ങളിലോ വാഹനങ്ങളിലോ എവിടെയെങ്കിലും ഇരുന്ന് ഈ സന്ദേശം കേട്ടിട്ട് യേശു എന്നെ ഓർത്തു എന്ന് ഇന്ന് രാത്രി കേട്ട സന്ദേശത്തിന് മുമ്പാകെ നിങ്ങളെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ ദാസനെ ശുശ്രൂഷ ഫലമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ താഴ്ചയിൽ ഞങ്ങളെ ഓർത്തത് നിമിത്തം
ഉന്നതങ്ങളിൽ അധിവസിച്ചിരുന്ന അങ്ങയുടെ പുത്രനെ ഈ താണഭൂമിയിലേക്ക് കർത്താവേ, ഞങ്ങൾ ഒരുവനെ പോലെ ജനിക്കുവാനും ജീവിക്കുവാനും അനുവദിച്ചു. 33.5 വർഷം ഭൂമിയിൽ പാപരഹിതനായി ജീവിച്ച അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുവാങ്ങി നിമിത്തം ക്രൂശിൽ മരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് താഴ്ച ഭവിച്ചവനാക്കി തീർത്തു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ നൽകുവാൻ ദൈവം ഇട്ട ആ വലിയ പദ്ധതിക്കായിട്ട് അങ്ങേ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശത്തിന് മുമ്പാകെ എന്നെ ഓർക്കണമേ എന്ന് അങ്ങയോട് ഏതെങ്കിലും ഒരു വ്യക്തി ഹൃദയത്തിൽ നിന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് കരുണ കാണിക്കണമേ കർത്താവേ. അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. അവരുടെ ശരീരത്തിൽ, മനസ്സിൽ, ആത്മാവിൽ ഭവിച്ച സകല താഴ്ചയിൽ നിന്നും വിടുവിച്ച് കർത്താവേ, അവരെ അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുവാൻ യോഗ്യരാക്കി തീർക്കണമേ. ഈ സന്ദേശം ഇവിടെ അറിയിപ്പാൻ ഒരുക്കപ്പെട്ട ഈ സഭയ്ക്ക് വേണ്ടി, സഭയുടെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെയും സുവിശേഷത്തിൻ്റെ സാക്ഷ്യം ഈ ദേശത്ത് വഹിപ്പാൻ അവർക്ക് കരുത്ത് നൽകണമേ കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കായിട്ടും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്ന് ലോകസംഭവങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രതയുള്ളവരായി ജീവിപ്പാൻ പിന്നെയും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിനോട് പ്രാർത്ഥന കേട്ടതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.